ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ റായ്ബറേലിയിൽ മത്സരിക്കുന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേരളത്തിലെ സിപിഐ ഘടകം. ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി സിപിഐ മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിയെ പിന്താങ്ങുന്നു എന്നാണ് സിപിഐ സംസ്ഥാന സെക്രട്ടറിയായ ബിനോയ് വിശ്വം പ്രഖ്യാപിച്ചത്. എന്നാൽ വയനാട്ടിൽ എന്തുകൊണ്ടാണ് രാഹുലിനെ പിന്തുണയ്ക്കാത്തത് എന്നതിന്റെ കാരണം കൂടി അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തെ വിമർശിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. കേരളത്തിലെ കോൺഗ്രസിന് രാഷ്ട്രീയമില്ലെന്നും സിപിഐക്ക് കൃത്യമായ രാഷ്ട്രീയമുണ്ടെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് രാഷ്ട്രീയമില്ല. കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കുന്നവർക്ക് രാഷ്ട്രീയ ദൂരക്കാഴ്ചയില്ല. അവർക്ക് മൂക്കിനപ്പുറം കാണാൻ കഴിയുന്നില്ല. ഇത് സിപിഐ ആദ്യമേ പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ടാണ് രാഷ്ട്രീയത്തിന്റെ ഒരു വെളിച്ചവും ഇല്ലാത്ത രീതിയിൽ രാഹുലിനെ നിർബന്ധം ചെലുത്തി വയനാട്ടിലേക്ക് മത്സരിക്കാൻ കൊണ്ടുവന്നതെന്ന് ബിനോയ് വിശ്വം കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ചു. അങ്ങനെ മത്സരിക്കാൻ പറഞ്ഞപ്പോൾ കോൺഗ്രസ് 2 രാഷ്ട്രീയ തെറ്റുകളാണ് ചെയ്തത്. അതിലൊന്ന്, കോൺഗ്രസിന്റെ മുഖ്യ എതിരാളി BJP ആണെന്ന കാര്യം മറക്കാനും ഇടതുപക്ഷമാണ് പ്രധാന ശത്രു എന്ന പ്രതീതി ഉണ്ടാക്കാനും കഴിഞ്ഞു എന്നതാണ്. തെക്കേ അറ്റത്തുള്ള കേരളമാണോ വടക്കേ ഇന്ത്യയാണോ വേണ്ടതെന്നായിരുന്നു CPI ഉയർത്തിയ ചോദ്യം. കേരളത്തിൽ വെറും 20 സീറ്റുകൾ മാത്രമാണുള്ളത്. ഹിന്ദി ഹൃദയഭൂമി എന്ന് പറയുന്ന വടക്കേ ഇന്ത്യയിലാകട്ടെ 200-ൽ അധികം സീറ്റുകളുമുണ്ട്. എന്നാൽ ആ വടക്കേ ഇന്ത്യയിൽ മത്സരിക്കാൻ കൂട്ടാക്കാതെ വയനാട്ടിലേക്ക് വന്നുവെന്നും ബിനോയ് വിശ്വം ചൂണ്ടിക്കാട്ടുന്നുണ്ടായിരുന്നു. ഇക്കാര്യങ്ങളെല്ലാം ഉയർത്തിയിട്ടും ഒന്നും സംഭവിക്കാത്ത പോലെ രാഹുലിനെ വയനാട്ടിൽ മത്സരിപ്പിക്കാൻ പറഞ്ഞയച്ചിരിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ അതൊരു രാഷ്ട്രീയമായ തെറ്റാണെന്ന് കോൺഗ്രസ് പാർട്ടിക്ക് മനസ്സിലായിട്ടുണ്ട്. ആ തെറ്റ് കോൺഗ്രസ് പാർട്ടി തിരുത്താൻ തയ്യാറാവുകയാണ്. അതിനെ സ്വാഗതം ചെയ്തുകൊണ്ടാണ് രാഹുലിനെ റായ്ബറേലിയിൽ BJPക്കെതിരെ പിന്താങ്ങുന്നതെന്ന് ബിനോയ് വിശ്വം പാർട്ടിയുടെ നിലപാട് പ്രഖ്യാപിച്ചു. റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധിയെ പിന്താങ്ങും. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് രാഷ്ട്രീയമുണ്ട്. അതേസമയം കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് രാഷ്ട്രീയമില്ല. ഞാൻ പറയുന്ന വാചകം തെറ്റിപ്പോവല്ലേ പ്ലീസ്. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് രാഷ്ട്രീയമില്ല. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി അന്ന് ഞങ്ങൾ പറഞ്ഞു, കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി നയിക്കുന്നവർക്ക് രാഷ്ട്രീയ ദൂരക്കാഴ്ചയില്ല. അവർക്ക് മൂക്കിനപ്പുറം കാണാനാകുന്നില്ല. ഇത് CPI ആദ്യമേ പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ടാണ് രാഷ്ട്രീയത്തിൻ്റെ ഒരു വെളിച്ചവുമില്ലാത്ത രീതിയിൽ കേരളത്തിലെ കോൺഗ്രസ് രാഹുൽ ഗാന്ധിയെ പോലെ ഒരാളെ നിർബന്ധം ചെലുത്തി വയനാട്ടിലേക്ക് മത്സരിക്കാൻ വേണ്ടി പറഞ്ഞയച്ചത്. അങ്ങനെ മത്സരിക്കാൻ പറഞ്ഞേക്കുമ്പോൾ കോൺഗ്രസ് പാർട്ടി 2 രാഷ്ട്രീയ തെറ്റാണ് ചെയ്തത്. രാഷ്ട്രീയ തെറ്റ്. ആ തെറ്റിലൊന്ന്, കോൺഗ്രസിൻ്റെ മുഖ്യ എതിരാളി, രാഷ്ട്രീയ എതിരാളി BJP ആണ് എന്ന സത്യം മറന്നുകൊണ്ട് ഇടതുപക്ഷമാണ് കോൺഗ്രസിൻ്റെ ശത്രുവെന്ന ഒരു പ്രതീതി ഉണ്ടാക്കാൻ ആ രാഷ്ട്രീയ തെറ്റ് കാരണമായി. രണ്ടാമത്തെ തെറ്റ്, ഇത്രയും ഗൗരവമേറിയ രാഷ്ട്രീയ പോരാട്ടത്തിൽ ഈ സമരത്തിൻ്റെ കേന്ദ്ര സ്ഥലം ഉത്തരേന്ത്യയാണോ അത് തെക്കേ കോണിലെ കേരളമാണോ? ഈ ചോദ്യമുണ്ടായിരുന്നു. ആ ചോദ്യം ഉന്നയിച്ചതും CPIയും LDFുമാണ്. ഈ കേരളത്തിൽ നിന്ന് ആകെ ഉണ്ടാവുക 20 MPമാരാണ്. ഇന്ത്യൻ ഹാർട്ട്ലാൻഡ്, ഹൃദയഭൂമി എന്നറിയപ്പെടുന്ന വടക്കേ ഇന്ത്യയിൽ ഏകദേശം 200-ന് മേൽ സീറ്റുണ്ട്. ആ വടക്കേ ഇന്ത്യയിൽ മത്സരിക്കാൻ കൂട്ടാക്കാതെ തെക്കേ ഇന്ത്യയിലേക്ക്, കേരളത്തിലേക്ക് രാഹുൽ ഗാന്ധി വരുമ്പോൾ ഈ സമരത്തിൻ്റെ കേന്ദ്രസ്ഥാനം ഏതാണ് എന്ന മൗലികമായ ചോദ്യത്തിന് ഉത്തരം പറയാൻ കോൺഗ്രസ് പാർട്ടിക്ക് കഴിയാതെ പോകുന്നുകൂടി എന്നുകൂടി ഞങ്ങൾ പറഞ്ഞിരുന്നു. അതെല്ലാം ഞങ്ങൾ പറഞ്ഞിട്ടും ഒന്നും സംഭവിക്കാത്തതുപോലെ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം രാഹുൽ ഗാന്ധിയെ വയനാട്ടിലേക്ക് തള്ളി പറഞ്ഞയച്ചു മത്സരിക്കാൻ വേണ്ടി.
അത് രാഷ്ട്രീയമായ തെറ്റാണെന്ന് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് ബോധ്യമായിട്ടുണ്ട്. ആ തെറ്റ് കോൺഗ്രസ് പാർട്ടി തിരുത്താൻ തയ്യാറാവുകയാണ്. ആ തിരുത്തലിനെ സ്വാഗതം ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, ഞങ്ങൾ റായ്ബറേലിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ രാഹുൽ ഗാന്ധിയെ BJPക്കെതിരെ പിന്താങ്ങും. ഇതാണ് ഞങ്ങളുടെ രാഷ്ട്രീയം. ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ നേതൃത്വം കേരളത്തിൽ വളരെ ഗൗരവമേറിയ രാഷ്ട്രീയ പിഴവുകൾ ചെയ്തതിൻ്റെ പേരിൽ ഇന്ത്യയിലെമ്പാടുമുള്ള കോൺഗ്രസ് അണികളോട് ഉത്തരം പറയേണ്ടി വരും. രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ ജയിച്ചാൽ വയനാട്ടിൽ രാഹുൽ ഗാന്ധി ഒഴിയേണ്ടി വരും. എന്ന് പറഞ്ഞാൽ വയനാട്ടിലെ വോട്ടർമാരെ അറിഞ്ഞുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം വഞ്ചിക്കുകയായിരുന്നു. ആ വഞ്ചനയും പുറത്തു വന്നിരിക്കുന്നു. അതേസമയം വയനാട്ടിൽ രാഹുൽ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി പ്രചരണങ്ങളാണ് BJP ഉൾപ്പെടെ നടത്തിയത്. രാഹുൽ വടക്കേ ഇന്ത്യയിൽ നിന്നും ഒളിച്ചോടിയെന്നും BJPയെ നേരിടാൻ ഭയമായതിനാലാണ് വയനാട്ടിൽ മത്സരിക്കുന്നതെന്നുമായിരുന്നു പ്രധാന ആക്ഷേപം. ഇപ്പോൾ റായ്ബറേലിയിൽ കൂടി രാഹുൽ മത്സരിക്കുന്നതോടെ പക്ഷേ വയനാടിന്റെ കാര്യമാണ് അനിശ്ചിതത്വത്തിൽ ആവുക. UPയിലെ അമേഠിയിലോ റായ്ബറേലിയിലോ രാഹുൽ ഗാന്ധി മത്സരിക്കുമെന്ന സൂചന നേരത്തെ തന്നെ ഉണ്ടായിരുന്നതാണ്. എന്നാൽ അവസാന നിമിഷം വരെ ഇതിൽ എന്തെങ്കിലും മാറ്റം വരുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കിയിരുന്നത്. രണ്ടാമതൊരു സീറ്റിൽ മത്സരിച്ച് വിജയിച്ചാലും താൻ വയനാട് വിടില്ലെന്ന് രാഹുൽ ഗാന്ധി അറിയിച്ചിരുന്നതാണ്. ഇതോടെ തന്നെ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം ഏകദേശം ഉറപ്പായിരുന്നതാണ്. ഏതായിരിക്കും മണ്ഡലം എന്ന കാര്യത്തിലാണ് ആശയക്കുഴപ്പം നിലനിന്നിരുന്നത്. പാർട്ടിക്ക് അകത്തും ഇതേ ചൊല്ലി നിരവധി ചർച്ചകൾ നടന്നിരുന്നു. എന്നാൽ രാഹുൽ ഗാന്ധി വിജയിക്കുകയാണെങ്കിൽ വയനാട് സിറ്റിംഗ് MP ആയിരുന്ന രാഹുൽ ഗാന്ധി വയനാട് ഉപേക്ഷിച്ചു പോകാനുള്ള സാധ്യതകളാണുള്ളത്. കാരണം ഉത്തരേന്ത്യയിലെ ഒരു സീറ്റ് വിജയിക്കുകയാണെങ്കിൽ രാഹുൽ ഗാന്ധി അവിടേക്കായിരിക്കും പോവുക. വയനാട് കോൺഗ്രസിന് വിജയിക്കാനാകുന്ന ഒരു സീറ്റാണ്. അതുകൊണ്ട് പിന്നീട് ആ സീറ്റിലേക്ക് പ്രിയങ്ക ഗാന്ധിയെ അയക്കുമോ എന്ന കാര്യങ്ങൾ കോൺഗ്രസിനുള്ളിൽ ചർച്ച ചെയ്യപ്പെടാൻ സാധ്യതകളുണ്ട്. അതേസമയം തന്നെ രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിലെ റായ്ബറേലിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞു. ഇന്ന് ഉച്ചയോടെ സോണിയാഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും കോൺഗ്രസ് അധ്യക്ഷനായ മല്ലികാർജുൻ ഖാർഗെ എന്നിവർക്കൊപ്പം റായ്ബറേലിയിലെത്തി രാഹുൽ ഗാന്ധി വരണാധികാരിക്ക് മുൻപാകെ നാമനിർദ്ദേശ പത്രിക നൽകി കഴിഞ്ഞു.